മാന്യ സദസ്സിന് നമസ്കാരം. ആദരണീയരെ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, പരിസ്ഥിതി മലിനീകരണം എന്ന വിഷയവുമായി ഏതാനും ചില വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് പരിസ്ഥിതി മലിനീകരണം. ജീവികളും അവയുടെ ആവാസ വ്യവസ്ഥയും അതിൻ്റെ ചുറ്റുപാടും കലർന്നതാണ് പരിസ്ഥിതി. അതിൽ പരിസ്ഥിതിയെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നവും ജീവജാലങ്ങളെയും അതിൻ്റെ ചുറ്റുപാടുകളെയും ബാധിക്കും. നാം അമിതമായി നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് മൂലം പരിസ്ഥിതിയുടെ സന്തുലിത അവസ്ഥയ്ക്കാണ് കോട്ടം തട്ടിയത്. ഇതുമൂലം സുനാമിയും വെള്ളപ്പൊക്കവും പേമാരിയും ഭൂകമ്പവും എല്ലാം നിത്യ അനുഭവമായി. മലിനീകരണമാണ് പരിസ്ഥിതിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് നമുക്ക് യാതൊരു സംശയവും കൂടാതെ പറയുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് മുന്നിൽ ആർഭാടം കാണിക്കുവാൻ വേണ്ടി ഇന്ന് മനുഷ്യർ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മുടെ തലമുറ തന്നെ ഇതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരും. നഗരവൽക്കരണവും വ്യാവസായിക വൽക്കരണവുമെല്ലാം ഭൂമിയുടെ ജൈവ രാസചക്രങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറം മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നു. വ്യവസായശാലകൾ പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ നമ്മുടെ ജലാശയങ്ങളെയും മണ്ണിനെയും മലിനമാക്കുന്നു. അവ പുറന്തള്ളുന്ന വിഷപ്പുക നമ്മുടെ അന്തരീക്ഷത്തെയും ഇന്ന് മലിനമാക്കുന്നു. വ്യവസായശാലകളുടെ പ്രവർത്തനങ്ങൾക്ക് പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ അനുമതി നിർബന്ധമാണെങ്കിലും പലപ്പോഴും ഇത്തരം നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കളയുകയാണ് ചെയ്യുന്നത്. കൂടാതെ അമിതമായ രാസവളത്തിന്റെ ഉപയോഗവും കീടനാശിനികളുടെ പ്രയോഗവും നമ്മൾ കഴിക്കുന്ന ആഹാരം മാത്രമല്ല മണ്ണിനെയും നശിപ്പിച്ചിരിക്കുന്നു. ആധുനിക വൽക്കരണത്തിന്റെ പേരിൽ പുറന്തള്ളുന്ന ഇലക്ട്രോണിക് മാലിന്യങ്ങളും നമ്മുടെ മണ്ണിന്റെ ഘടനയെ മാറ്റിമറിച്ചു കഴിഞ്ഞു. കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പരിസ്ഥിതിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ജൈവ വിഘടന പ്രക്രിയയ്ക്ക് വിധേയമാകാത്തതുകൊണ്ട് മണ്ണിന്റെ സുഷിരതയെ അടച്ച് ഭൂഗർഭജല സ്രോതസ്സിനെ തടയുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചെയ്യുന്നു. ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ തടയാനാകും? ജനങ്ങളെ ശരിയായ രീതിയിൽ ബോധവാന്മാരാക്കുക എന്നതാണ് ഇതിനെതിരെയുള്ള ഏറ്റവും നല്ല മാർഗം. പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം നിർത്തിവെച്ചും ഇലക്ട്രോണിക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യഥായോഗ്യം സംസ്കരിച്ചും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും നമുക്ക് ഈ ദുരന്തത്തിൽ നിന്നും കരകയറാം. നന്ദി, നമസ്കാരം.